എല്ലാ അർത്ഥത്തിലും സ്തുതിച്ചോളൂ. അതേ കാണാം കടപ്പുറത്ത് വെച്ച് നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പരിഹസിച്ചവർ, ഇതിനെ മുടക്കാൻ ശ്രമിച്ചവർ, ഇതിനെതിരെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിയവർ, ഒരു സ്റ്റേജിൽ ഇവർക്ക് ഇരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു നോക്കിയവർ, വെവ്വേറെ ആളുകളാണ്, ശത്രുക്കളാണെന്ന് പ്രചരിപ്പിച്ചവർ, കണ്ടാൽ മിണ്ടാത്തവരാണെന്ന് പറഞ്ഞവർ, ഒന്നിച്ചൊരു കസേരക്ക് ചുറ്റും ഇരിക്കാൻ കഴിയാത്തവരാണെന്ന് പറഞ്ഞവർ, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ അർത്ഥത്തിലുമുള്ള ആരോപണങ്ങളും ഇവിടെ പൊളിഞ്ഞു വീണു, എല്ലാം തകർന്നു വീണു. അതേ ഇറങ്ങി പുറപ്പെട്ടാൽ സർക്കുലർ കൊണ്ട് കുത്തിമലർത്തും, സീല് കൊണ്ട് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോഴും ആർജവത്തോടെ ഈ ജനസാഗരം തീർക്കാൻ എത്തിയവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, നിന്റെ സഹായമാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾക്ക് സമ്പത്തില്ല, ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല, ഞങ്ങൾക്ക് സ്ഥാപനങ്ങളില്ല, പള്ളികളില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പകർന്നു തന്ന നിന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ഞങ്ങൾക്കുണ്ടല്ലോ, അതിന്റെ സഹായം ഞങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. എന്തെന്ത് ഭീഷണികൾ ഉണ്ടായാലും മുട്ടുവിറക്കാതെ, നട്ടെല്ല് വളക്കാതെ, ആർജവത്തോടെ ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ആബാലവൃദ്ധം ജനങ്ങളെ, പടച്ച റബ്ബിനെ സ്തുതിക്കൂ. ലിറബ്ബിനാ ഹാമിദൂൻ, ഞങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ഇവിടം വിടുന്നു. ഈ ആദർശത്തിന്റെ കൈത്തിരി ഏന്തിക്കൊണ്ട്, ഇത് നിർത്തിവെക്കില്ലെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട്, മരണം വരെ ഇത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതേ കൃത്യമായ ആദർശ ഗോദയിലേക്ക് ഞങ്ങളിതാ മടങ്ങുന്നു. റബ്ബേ ലിറബ്ബിനാ ഹാമിദൂൻ, ഞങ്ങളുടെ രക്ഷിതാവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങുന്നു. വാഹനത്തിൽ കയറ്റം കയറുമ്പോ സുബ്ഹാനല്ലാഹ്, ഇറക്കമിറങ്ങുമ്പോ അല്ലാഹു അക്ബർ. അതേ കയറ്റം കയറുമ്പോഴും ഇറക്കമിറങ്ങുമ്പോഴുമൊക്കെ തക്ബീറുകളും തസ്ബീഹുകളും ഒക്കെ മുഴക്കിക്കൊണ്ട് ആ നിലക്ക് കൃത്യമായി അല്ലാഹുവിനോടുള്ള നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വിനയം, ആ വിനീത ഭാവം, പടച്ചവനെ ഞങ്ങളൊക്കെ മനുഷ്യരാണ്, അബദ്ധങ്ങൾ വന്നുപോയെങ്കിൽ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണം എന്ന് രാപ്പകലില്ലാതെ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ തൗബ ചെയ്തുകൊണ്ട് അതേ തിരിച്ചു പോകുമ്പോഴും ആയിബൂൻ തായിബൂൻ ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്നുകൂടി അത് മനസ്സിരുത്തിക്കട്ടോ. ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. പടച്ചവന്റെ കാവലുണ്ടാകും. വാഹനത്തിൽ നിങ്ങൾക്ക് കൂട്ടുറപ്പുണ്ട്, എവിടെയും നിങ്ങൾക്ക് കൂട്ടുറപ്പുണ്ട്, ഏത് സ്ഥലത്തും നിങ്ങൾക്ക് കൂട്ടുറപ്പുണ്ട്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ് റബ്ബേ. ആ നിലക്ക് എല്ലാം അല്ലാഹുവിൽ അർപ്പിക്കുന്നു. സഹജീവികളോട് സ്നേഹം കാണിക്കുന്നു, അയൽവാസിയുടെ മതം നോക്കാതെ സ്നേഹിക്കുന്നു, അയൽവാസിയുടെ നിറം നോക്കാതെ, ജാതി നോക്കാതെ അവനെ സഹായിക്കുന്നു. പക്ഷേ അയൽവാസിയുടെ ആശയം ഞങ്ങൾ കടമെടുക്കൂല, ഞങ്ങളുടെ ആശയം അയൽവാസിയുടെ മേലും ഞങ്ങൾ അടിച്ചേൽപ്പിക്കൂല. മനുഷ്യരെന്ന നിലക്ക് ഞങ്ങൾ സൗഹാർദ്ദം കാണിക്കുന്നു. മതങ്ങൾ തമ്മിൽ ലയിക്കുക എന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന് തന്നെയും ഭംഗമാണ് വരുത്തുന്നത്. ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത കളറുള്ള പൂക്കളെ പോലെയാണ് ഭാരതമെന്ന് ആരോ പറഞ്ഞു. അതുപോലെ തന്നെ ഭാരതം നിലനിന്നോട്ടെ. ഇവിടെ വ്യത്യസ്ത ചിന്താഗതിക്കാർ, ആശയക്കാർ, മതക്കാർ, നിറക്കാർ, ജാതിക്കാരെല്ലാം ഉണ്ടായിക്കോട്ടെ. നമ്മുടെ ആദർശം ആരുടെ മുമ്പിലും ഒരാഘോഷത്തിന്റെ പേരിലും മടിയറവെക്കാതെ, ഒരാചാരത്തിന്റെ പേരിലും മടിയറവെക്കാതെ മനുഷ്യരെല്ലാം സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ്. പക്ഷേ മതത്തിന്റെ കാര്യമെത്തുമ്പോൾ, ആദർശത്തിന്റെ കാര്യമെത്തുമ്പോൾ, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ എനിക്കെന്റെ മതം. പക്ഷേ എന്ന് വെച്ച് നമുക്ക് മാനുഷിക തലങ്ങളിലുള്ള സ്നേഹത്തിനൊട്ടും കുറവില്ല കേട്ടോ. അതുകൊണ്ട് ചോർന്നൊലിക്കുന്ന ഹൈന്ദവന്റെ കൂരയാണെങ്കിലും മുസൽമാൻ കെട്ടിമേയാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. വിശന്ന് വലയുന്ന ക്രൈസ്തവ സഹോദരനാണുള്ളതെങ്കിലും, അതേ അമുസ്ലിം സുഹൃത്താണുള്ളതെങ്കിലും അവന്റെ വിശപ്പടക്കണം. രോഗിയായി കിടക്കുകയാണെങ്കിൽ അവനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം.
പോകണം, അവനെയും പോയി സന്ദർശിക്കണം, അവന്റെ വിഷമങ്ങളും നമ്മുടെ വിഷമമായി കാണണം. അതിന്റെ അർത്ഥം അവന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണമെന്നല്ല, വേലകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കണമെന്നല്ല, പള്ളിപ്പെരുന്നാളുകളിൽ പോയി കൊടുക്കണമെന്നില്ല, ഇപ്പുറത്തുള്ള ദർഗകളിലും പള്ളികളിലും കൂടിക്കഴിയണമെന്നതല്ല. ഇസ്ലാമിന്റെ ആദർശം എവിടെയാണോ ആ തനിമ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് മാനുഷികമായ മേഖലകളിൽ ചെയ്യേണ്ടുന്ന എല്ലാ സൗഹാർദ്ദങ്ങളും ചെയ്യേണ്ടവരാണ് മുജാഹിദുകൾ. നമ്മെപ്പറ്റി പലരും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവരനുഷ്ഠാന തീവ്രതക്കാരാണ്, ഇവർ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കും, ഇവരിവിടെ അൾജീരിയ ആവർത്തിക്കും, ഇവരിവിടെ മൊറോക്കോ ആവർത്തിക്കും, ഇവരിവിടെ തുണീഷ്യ ആവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുജാഹിദുകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ആളുകളല്ലേ വാസ്തവത്തിൽ തീവ്രവാദത്തിന്റെ കൊടിവാഹകരായി അറിയപ്പെടുന്നത്. അവരല്ലേ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് തീവ്രവാദമില്ല, ഭീകരവാദമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസാചാര കർമ്മങ്ങൾ തൊട്ട് ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ സൂക്ഷ്മത പുലർത്തണോ ആ രംഗത്ത് സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തെ ജനസമൂഹത്തിന്റെ മുമ്പേ ഉറക്കെ പറയാനുള്ള മുജാഹിദുകളാണ് നമ്മൾ. അതിൽ ഉറച്ചു നിൽക്കുക, അതിലൊരിക്കലും പതർച്ചയുണ്ടാകരുത്. ആ നിലക്കുള്ള കരുത്തോടുകൂടി പിരിഞ്ഞു പോവുക. സർവശക്തൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിജ്ഞാനം അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈമാനികമായ വർധനവ് റബ്ബ് നൽകുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇവിടെ നിന്ന് പോകുന്നത് വാഹനത്തിലാണ്, എന്ത് സംഭവിക്കുമെന്ന് റബ്ബിനല്ലേ അറിയൂ. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ സംഭവം കൂടി പറയട്ടെ. അതേ മരണം എവിടെയാണ് നിശ്ചയിച്ചതെങ്കിൽ അത് റബ്ബിനല്ലേ അറിയൂ. ഈ കഴിഞ്ഞ ആഴ്ച ഷാർജയിലുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ആ സഹോദരന്റെ പ്രായമായ ഉമ്മയെ അദ്ദേഹം ഒന്ന് വിസിറ്റിന് വേണ്ടി ഷാർജയിലേക്ക് കൊണ്ടുവന്നതാണ്. ആ സഹോദരി പ്രായമുള്ള ആ ഉമ്മയെ ഒന്ന് ഷാർജ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരനായ ഒരു സഹോദരൻ, ആ സഹോദരൻ ഉമ്മയെ കൊണ്ടുവന്നു. 2-3 ദിവസം, അതേ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആ ഉമ്മ ഷാർജയിൽ വെച്ച് മരണപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, ഈ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതേ കൃത്യമായ നിലക്ക് ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ മറമാടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. അധികം വൈകാതെ ഷാർജയിൽ ആ സഹോദരിക്ക് ഖബറൊരുക്കപ്പെടുന്നു. 2-3 ദിവസം മുമ്പുണ്ടായ സംഭവം ഞാൻ എന്തിനാ പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കുന്നത്? എവിടെയാണ് നമുക്കല്ല മരണം വിധിച്ചതെങ്കിൽ ആ ഭൂമിയിലേക്ക് വിസിറ്റ് എടുത്തുകൊണ്ടാണെങ്കിലും വിസ എടുത്തുകൊണ്ടാണെങ്കിലും ടിക്കറ്റ് എടുത്ത് പറന്നു പോയിട്ടാണെങ്കിലും നടന്നു പോയിട്ടാണെങ്കിലും കാറിൽ പോയിട്ടാണെങ്കിലും ബസ്സിൽ പോയിട്ടാണെങ്കിലും എവിടെയാണോ ആർക്കും അറിയില്ലല്ലോ. ഏത് മണ്ണിൽ വെച്ച് മരിക്കുമെന്നൊരാൾക്കും അറിയില്ല. ആ സ്ഥലത്തേക്ക് ആ നിശ്ചയിക്കപ്പെട്ട സമയമായാൽ അല്ലാഹു അങ്ങ് കൊണ്ടുപോകുമെന്നുറപ്പാണ്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആ ഉമ്മുമ്മ ഷാർജയിലെ ആറടി മണ്ണിലാണ് ഇന്ന് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹു അവരുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഒരുപാട് പണ്ഡിതന്മാര് രോഗികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹഖ് സുല്ലമി ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായിട്ടുമാണ്. ഈ തൗഹീദിനോടുള്ള ആദർശമെന്നുകൊണ്ട് മാത്രം ഇവിടെ ഇതാ വന്ന് ഇരുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഒരുപാട് പണ്ഡിതന്മാര്, പലരും പ്രയാസമുള്ളവരുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ ഒട്ടേറെ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട്, ശാരീരികമായ അവശതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവല്ലേ അറിയുന്നവൻ, പടച്ച റബ്ബല്ലേ മനസ്സറിയുന്നവൻ, പടച്ച റബ്ബല്ലേ വിഷമങ്ങൾ തീർക്കുന്നവൻ. അതേ
അല്ലാ, വിഷമങ്ങൾ വന്നാലും ഞങ്ങൾക്ക് നിന്നോടേ പറയാനുള്ളൂ. വിഷമം കൊടുമ്പിരിക്കൊണ്ടാലും ഒരു ജിന്നിനോടും ഞങ്ങൾക്ക് പറയാനില്ല, ഒരു മലക്കിനോടും ഞങ്ങൾക്ക് തേടാനില്ല. അല്ലാഹുവേ, അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അതേ വിഷമങ്ങൾ വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ആര് നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോഴും ഈ ദിക്ർ നെഞ്ചിലേറ്റിക്കോ. ആര് ആരോപണങ്ങൾ കൊണ്ട് വെറുപ്പുമുട്ടിക്കുമ്പോഴും ആര് ഭീഷണിപ്പെടുത്തുമ്പോഴും പറഞ്ഞോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. അല്ലാഹുവേ, നിന്നോട് ഞാൻ സഹായം തേടുന്നു, എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കണേ അല്ലാഹ്. വലാ തകിൽനി ലാ നഫ്സി തറഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയില്ലാതെ നിന്റെ കാവലുണ്ടാകണേ. എന്റെ തീരുമാനത്തിൽ നിന്റെ തൗഫീഖ് ഉണ്ടാകണേ, എന്റെ നിലപാടുകളിൽ നിന്റെ തൗഫീഖ് ഉണ്ടാകണേ, നിന്റെ സഹായം ഉണ്ടാകണേ, മരണനേരത്തും നീ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ബോധത്തോടെ പിരിഞ്ഞു പോയിക്കോ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഏതു പ്രതിസന്ധിയിലും ഈമാനികമായ ആർജവത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സന്തോഷകരമായ കാഴ്ചകൾ കണ്ട് സന്തോഷത്തിന്റെ വാർത്തകൾ മലക്കുകളിൽ നിന്ന് കേട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം കിട്ടിയ ആത്മാവേ, ആദർശത്തിൽ അടിയുറച്ചിരുന്നവനാണ് നീ. അതുകൊണ്ട് അതേ മടങ്ങിക്കോ. ഇർജിഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തി നേടിയ നിലക്ക്, തൃപ്തിപ്പെട്ട നിലക്ക് ഇറങ്ങിക്കോ പുറത്തേക്ക്. നീ ഒരുപാട് സഹിച്ചവനാണ്, നീ ഒരുപാട് കേട്ടവനാണ്, നീ ഒരുപാട് അനുഭവിച്ചവനാണ്. വിഷമിക്കണ്ട, ഇറങ്ങിക്കോ സ്വർഗത്തിലേക്ക്, മടങ്ങിക്കോ നാഥന്റെ അടുത്തേക്കെന്ന നല്ല നല്ല വാക്കുകൾ കേട്ട് ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസം വലിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യണമേ. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. ഈമാനികമായ ആർജവം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, പാപങ്ങളിൽ നിന്നുള്ള മോചനം, തൗബ സ്വീകരിക്കപ്പെടുന്ന നിലക്കുള്ള ഞങ്ങളുടെ ഉന്നമനം, അതേ ദുആ സ്വീകരിക്കപ്പെടാൻ മാത്രമുള്ള നിന്നോടുള്ള അടുപ്പവും സ്നേഹവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഏറ്റി തരണേ. നീ വർദ്ധിപ്പിച്ചു തരണമേ നാഥ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, ഞങ്ങളുടെ പ്രബോധകന്മാർക്ക്, പ്രവർത്തകന്മാർക്ക് നീ ആശ്വാസം നൽകണേ, ധൈര്യം നൽകണേ. പീഡിപ്പിക്കപ്പെടുന്നവർ ആരൊക്കെ എവിടെയുണ്ടോ നാഥ, നീയാണ് അറിയുന്നവൻ. ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നീ കരുത്തു പകരണം നാഥ. നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.